TP ചന്ദ്രശേഖരൻ അടക്കമുള്ളവരുടെ അനുഭവങ്ങൾ കണ്ടമാനമുണ്ട്. അവർ മുഴുവൻ കൊല്ലപ്പെടുകയോ ഇപ്പോൾ സുധാകരൻ തെറി കേട്ടുകൊണ്ടിരിക്കുകയാണ്. സാക്ഷി ഉണ്ടാവാനാണ് പണം സമ്പാദിക്കാനുള്ള വഴി. നമ്മുടെ അഭിമന്യുവിനെ കൊന്ന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയില്ലേ? അദ്ദേഹത്തിൻ്റെ ആ പയ്യൻ്റെ വീട്ടിന് എത്ര രൂപ കൊടുത്തു? 2.25 കോടി അവൻ്റെ പിരിച്ചു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും. BJPയുടെ സാന്നിധ്യം മുമ്പ് എന്നത്തെക്കാളും ശക്തമാണ്. ആ സാന്നിധ്യത്തെ രണ്ടു കൂട്ടരും ഭയപ്പെടുന്നു. പട്ടിണി പാവങ്ങളുടെ ഒരു പാർട്ടിയായിരുന്ന കമ്മ്യൂണിസത്തെ എന്തിനാണ് കാബ സുരേന്ദ്രൻ എതിർക്കുന്നത്? പട്ടിണിപ്പാവങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ പോരല്ല, പട്ടിണി മാറ്റവും കൂടെ വേണ്ടേ? മോദി പറയുന്നതോ അല്ലെ സർക്കാരും BJP പറയുന്നതോ ജനം ചർച്ച ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് പകരം ഒരു വിവാദം ഉണ്ടാക്കുക. അപ്പം മരുമോനെ വിളിച്ചില്ല. പിന്നെ MP രാജേഷാണെന്ന് തോന്നുന്നു എന്നെ ഐഡന്റിറ്റി കാർഡ് ചോദിച്ചു. പിള്ളേരുടെ പോലെയാണ്. പാർട്ടി സെക്രട്ടറി ആവുന്നതിന് മുന്നേ ഞാൻ ധരിച്ചിരുന്നത്, എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം, ഗോവിന്ദൻ മാഷ് സാമാന്യം കോമൺ സെൻസും നല്ല ഇരുത്തം വന്ന ഒരു കമ്മ്യൂണിസ്റ്റാണ്, എൻ്റെ രാഷ്ട്രീയ പ്രവർത്തകൻ. പക്ഷേ പാർട്ടി സെക്രട്ടറിയെ കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് അദ്ദേഹം നിത്യേന എന്നോട് പറയുന്നത് എത്രയോ പിള്ളേരടക്കം എടുത്തിട്ട് കോമഡി ആക്കാൻ കഴിയുന്ന തരത്തിലുള്ള മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തിലേക്ക്, സാമൂഹ്യ വികാസ ഘട്ടങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചാൽ, സന്നിവേശിപ്പിച്ചാൽ കിട്ടുന്നതെന്നോ BJP ആണെങ്കിൽ വികസനം മുന്നോട്ട് വയ്ക്കുക മാത്രമല്ല, പറയുക മാത്രമല്ല, 10 കൊല്ലത്തെ വികസനം ജനങ്ങളുടെ മുൻപിലുണ്ട്. ശ്രീ കാബ സുരേന്ദ്രനാണ് ഇന്ന് നമ്മളോടൊപ്പം. നമസ്കാരം ചേട്ടാ. ഇപ്പൊ പണ്ട് മുതലേ പട്ടിണി പാവങ്ങളുടെ ഒരു പാർട്ടിയായിരുന്ന കമ്മ്യൂണിസത്തെ എന്തിനാണ് കാബ സുരേന്ദ്രൻ എതിർക്കുന്നത്? പട്ടിണിപ്പാവങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ പോരല്ല, പട്ടിണി മാറ്റവും കൂടെ വേണ്ടേ? പട്ടിണി മാറ്റാനുള്ള പണിയെടുക്കാതെ പട്ടിണിയെ നിലനിർത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന പണിയെടുക്കുന്ന ഒരു പാർട്ടി എങ്ങനെ പാവങ്ങളുടെ പാർട്ടിയാവും? പാവങ്ങളുടെ പാർട്ടി എന്ന് അവർ ഉദ്ദേശിച്ചത് ഇൻവെർട്ടഡ് കോമായില്ല, എന്നുവെച്ചാൽ അർത്ഥം മനസ്സിലാവല്ലോ, വിപരീത അർത്ഥമാണ്. അതായത് പാവങ്ങളെ കൊണ്ട് ജീവിക്കുന്ന പാർട്ടി, പാവങ്ങളെ വിറ്റ് ഉണ്ണുന്ന പാർട്ടി. കമ്മ്യൂണിസം കൊണ്ട് ദാരിദ്ര്യം മാറിയ ഒരു രാജ്യം പറയാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഭാരതത്തിലെ ആണെങ്കിൽ നമ്മുടെ കൺമുമ്പിലുള്ളതാണല്ലോ. കമ്മ്യൂണിസം കൊണ്ടാണ് ദാരിദ്ര്യം മാറിയത്, വികസനം അല്ലപ്പോൾ ഈ കഷ്ടപ്പാടുകൾ മാറിയത്, പുരോഗമനവും വികസനവും സമ്പത്തും വർദ്ധിച്ചത് എന്ന് പറയാവുന്ന ഒരു സംസ്ഥാനം കാണിച്ചു തരാമോ? വേണ്ട. ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ കൺമുമ്പിലുള്ള പ്രദേശമാണല്ലോ. കമ്മ്യൂണിസം കൊണ്ടാണ് നന്നായത് എന്ന് പറയാവുന്ന ഒരു ജില്ല. ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണല്ലോ കണ്ണൂർ ജില്ലയും ആലപ്പുഴ ജില്ലയും. കേരളത്തിലെ ഏറ്റവും പുരോഗമിച്ച ജില്ല അതാവേണ്ടതല്ലേ? എന്താ ആവാത്തെ? കമ്മ്യൂണിസം കൊണ്ട് ഇനി ജില്ല വിട്ടേര്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നതുകൊണ്ടാണ് ഞങ്ങളുടെ ഈ പഞ്ചായത്ത് നമ്പർ 1 പഞ്ചായത്തായത് എന്ന് പറയാവുന്ന ഈ പറയുന്ന വിദ്യാഭ്യാസം, സംസ്കാരം, സാമൂഹിക ബോധം, മനുഷ്യത്വം, കൃഷി, വ്യവസായം, കച്ചവടം ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നതുകൊണ്ടാണ് നന്നായത് എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത്. വേണ്ട ഒരു കോളനി, ഇപ്പോഴത്തെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉന്നതി, ഒരു വനവാസി ഊര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നതുകൊണ്ടാണ് ഈ വനവാസി ഗ്രാമത്തിലെ മുഴുവൻ പേർക്ക്, നമ്മൾ ഉപയോഗിക്കുന്നതിന് ഗ്രാമമെന്നാണ്, ഉന്നതി എന്നല്ല, വനവാസി ഗ്രാമത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നതുകൊണ്ട് ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും നല്ല വീടുണ്ടായി, ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും വിദ്യാസമ്പന്നരായി, ഈ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും തൊഴിലുണ്ടായി, ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും മദ്യവിമുക്തരായി, ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും സംസ്കാര സമ്പന്നരായി, ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും സമ്പാദ്യശീലമുള്ളവർ. ഒരു ഗ്രാമം കാണിച്ചതാണ് കേരളത്തിൽ. ഞാൻ അങ്ങനെയാണ് അവരുടെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കാം. ഞാൻ തിരിച്ചു കാണിച്ചു തരാം. എല്ലാ ഗ്രാമമൊന്നും അങ്ങനെ ആക്കാൻ പറ്റിയില്ലെങ്കിലും BJPയുടെ പ്രവർത്തനം കൊണ്ട്, അല്ല RSSൻ്റെ പ്രവർത്തനം കൊണ്ട്, ഞാൻ BJPയുടെ പ്രവർത്തനം അല്ലാത്തതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് RSS എന്ന് പറയാൻ പറ്റും. RSSൻ്റെ പ്രവർത്തനം കൊണ്ട് ഞാൻ ഈ പറഞ്ഞത് സാധിച്ചെടുത്ത അനേകം ഗ്രാമങ്ങൾ ഞാൻ കാണിച്ചു തരാം. എൻ്റെ കൂടെ വന്നാൽ ഞാൻ പറയണ്ട, അവർ നാട്ടുകാർ പറയും. അങ്ങനെ കാണിച്ചു തരാൻ കഴിയുന്ന ഒരു ഗ്രാമം പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമല്ല, പക്ഷെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു, തൊഴിലാളികൾക്ക് വേണ്ടി പോരാടിയിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. ആ ഒരു പ്രസ്ഥാനത്തെയാണോ താങ്കൾ ഇപ്പോഴും എതിർക്കുന്നത്? അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ അധികാരത്തിന് വേണ്ടി അവർ നടത്തുന്ന ഒഴിവുകൾ ഒഴിച്ചാൽ പണി ഒന്ന് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. പണ്ട് തൊഴിലാളി വർഗത്തിന് വേണ്ടി അവർ വിപ്ലവം നടത്തി, അല്ലെങ്കിൽ സമരം നടത്തി. എന്ത് സമരം നടത്തിയത്? അവർ നടത്തിയത് കൊലപാതകമാണ്. ഈ കയ്യൂര്, കരിവെള്ളൂര്, പിന്നെ ശൂരനാട്, എടപ്പള്ളി വിപ്ലവം എന്നൊക്കെ പുന്നപ്രവയലാർ ഏറ്റവും പ്രസിദ്ധമായതാണല്ലോ, കുപ്രസിദ്ധമായത്. നടന്നത് എന്താണ്? ഈ പറയുന്ന എല്ലാ സ്ഥലത്തും അവർ പോലീസുകാരെ കൊന്നു. SIയെയും പോലീസുകാരെയും കൊല്ലുകയോ കുത്തിക്കൊല്ലുകയോ ചെയ്തു. സ്വാഭാവികമായിട്ടും ഇന്നാണെങ്കിൽ 2026 പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പോലീസുകാരെ കൊന്നാൽ എന്ത് സംഭവിക്കും? തിരിച്ചു വെടിവെപ്പുണ്ടാവും.
അങ്ങനെ അവർക്ക് രക്തസാക്ഷികളെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഈ പറയുന്ന ഏത് സമരവും എടുത്തോളൂ, കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ നടത്തി എന്ന് പറയുന്ന, ആദ്യകാലത്ത് നടത്തി എന്ന് പറയുന്ന, തൊഴിലാളികൾക്ക് വേണ്ടി നടത്തി എന്ന് പറയുന്ന വിപ്ലവങ്ങൾ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെ കൊന്ന് തിരിച്ചടിയിൽ രക്തസാക്ഷികളെ നേടി ആ പ്രചാരണം നടത്തി ഇത് ഞങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടി രക്തസാക്ഷികൾ ഉണ്ടായതാണെന്നും നുണപ്രചാരണം നടത്തിയതല്ലാതെ, ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞതിൽ 90% വിപ്ലവങ്ങൾ അല്ലെ തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയ വിപ്ലവം നടത്തിയ കണ്ണൂർ ജില്ലയിലാണ്. ആ കണ്ണൂർ ജില്ല എന്തുകൊണ്ട് കേരളത്തിൽ 1ാം സ്ഥാനത്ത് വന്നില്ല? അതിന് ഉത്തരം പറയണം. ഇത് 40കളിലും 50കളിലും ആണല്ലോ ഈ പറഞ്ഞ ആദ്യകാല കമ്മ്യൂണിസ്റ്റ്. ഇപ്പോൾ ചോദിച്ചില്ലേ, ആദ്യകാല കമ്മ്യൂണിസ്റ്റ് ഏറ്റവും ശക്തമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് കണ്ണൂരിലാണ്. ആ കണ്ണൂർ എന്തുകൊണ്ട് കേരളത്തിലെ 1ാം നമ്പർ ജില്ലയായി മാറിയില്ല? എല്ലാ അർത്ഥത്തിലും ഞാൻ മുമ്പേ പറഞ്ഞ മാനദണ്ഡം ആലോചിക്കണം. വിദ്യാഭ്യാസപരമായി 1ാം സ്ഥാനത്താകണമായിരുന്നു, സാംസ്കാരികമായി 1ാം സ്ഥാനത്താകണമായിരുന്നു, തൊഴിൽപരമായി, സാമ്പത്തികമായി, സാമൂഹിക ബന്ധങ്ങളുടെ ദൃഷ്ടിയിൽ, ഈ അരാജകവാദത്തിന് അതീതമായി, മദ്യവിമുക്തമായി, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും 1ാം സ്ഥാനത്ത് എന്തുകൊണ്ട് കണ്ണൂർ ജില്ല എത്തിയില്ല എന്ന് ഉത്തരം അവരാ പറയേണ്ടത്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അവർ ചെയ്തത് എന്താണെന്ന് ആദ്യം പറയണം. അവർ ചെയ്തു എന്ന് പറയുന്നത് എന്താണ്? അവർ ചെയ്തു എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് അല്ലെങ്കിൽ ഭൂസമരം നടത്തിയിട്ടില്ല. ഭൂസമരം നടത്തിയത് ചതിക്കായിരുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് ഏഴോം ഭൂസമരം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ്. അത് ഈ ജന്മിമാരുടെ ഭൂമി പിടിച്ചെടുത്ത് പുലയർക്കും പറയർക്കും കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ്, പാവങ്ങൾക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് സമരം നടത്തിയത്. ഒരു ജന്മിയുടെ ഭൂമി കയ്യേറി. അപ്പോൾ കയ്യേറുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും? അവരത് ഒഴിപ്പിക്കാൻ നോക്കും. സംഘർഷം ഉണ്ടാക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്യും? ആദ്യമായിട്ട് രക്തസാക്ഷി ഉണ്ടാക്കുക. രക്തസാക്ഷി ഉണ്ടാവാനാണ് പണം സമ്പാദിക്കാനുള്ള വഴി. നമ്മുടെ അഭിമന്യുവിനെ കൊന്ന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയില്ലേ? അദ്ദേഹത്തിൻ്റെ ആ പയ്യൻ്റെ വീട്ടിന് എത്ര രൂപ കൊടുത്തു? 2.25 കോടി അവൻ്റെ പിരിച്ചു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും. കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് അഭിമന്യുവിനെ അന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് പണം ഉണ്ടാക്കാനുള്ള ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് രക്തസാക്ഷി എന്ന് പറയുന്നത്. ഈ 7ാം ഭൂസമരത്തിൽ അവർ രക്തസാക്ഷി ഉണ്ടാക്കി. എന്നുവെച്ചാൽ സംഘർഷം ഉണ്ടാക്കുമ്പോൾ കൊലപാതകം ഉണ്ടാവണം. ആ കൊലപാതകത്തിൽ അവരുടെ ഒരാൾ മരിച്ചു, കൊല്ലപ്പെട്ടു, രക്തസാക്ഷി ഉണ്ടായി, സംഘർഷം മൂത്തു, കേസായി. കൊലപാതകം ഉണ്ടായിരുന്ന കേസാവുമല്ലോ. കേസായപ്പോൾ എന്ത് ചെയ്തു? രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരനല്ല കൊല്ലപ്പെട്ടത്, അല്ലാത്ത ഒരാളാണ്. എന്നാലും കൊലപാതകം നടന്നു, കേസുണ്ടായി. കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ വിഷയമായിട്ട് ഡയറക്റ്റ് ബന്ധമില്ലെങ്കിൽ അവരുടെ ഈ ജാതീയപരമായ ഒരു സമീപനം കൂടെ ഞാൻ പറയാം. 7ാം ഭൂസമരത്തിൽ പങ്കെടുത്ത 2 പേരാണ് പൊക്കുടൻ, കല്ലേൻ പൊക്കുടൻ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ പരിസ്ഥിതി പ്രവർത്തകൻ. അദ്ദേഹം പുലയ സമുദായത്തിൽ ജനിച്ചതാണ്. അദ്ദേഹവും കാഞ്ഞിരൻ എന്ന് പറയുന്ന മറ്റൊരു പുലയ യുവാവും ഈ സമരത്തിലുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരുടെ വാക്ക് കേട്ട് പോയതാണ്. ആ സമരത്തിൽ പങ്കെടുത്തു. ഞാൻ പറഞ്ഞല്ലോ, കൊലപാതകം ഉണ്ടായി, കേസുണ്ടായി. കേസ് ഇന്നത്തെ പോലെയല്ല. വിചാരണ എന്ന് പറയുമ്പോൾ തുടർച്ചയായ ദിവസങ്ങളിലാണ്. അപ്പോൾ തലശ്ശേരി കോടതിയിലാണ് വിചാരണ. ആ വിചാരണ നടക്കാൻ വേണ്ടിയിട്ട് പ്രതികളെല്ലാവരും വരുത്തി, എല്ലാവരെയും തലശ്ശേരിക്ക് വരുത്തി. പക്ഷേ ദിവസവും ഇവരുടെ ദൂരെയുള്ള ഉൾനാട്ടിലുള്ള വീടുകളിൽ പോയി വരാൻ പറ്റില്ല. അപ്പോൾ അവരെ ഒന്നിച്ച് താമസിപ്പിക്കണം. ഇന്നത്തെ പോലെ വാഹന സൗകര്യമൊന്നുമില്ലല്ലോ. ഒന്നിച്ച് താമസിപ്പിക്കാൻ നോക്കുമ്പോഴാണ് പ്രശ്നം. കല്ലേൻ പൊക്കുടനും കാഞ്ഞരനും പുലയരാണ്. ബാക്കി സഖാക്കളൊക്കെ തീയരോ നായരോ അല്ലെങ്കിൽ മറ്റ് ജാതിക്കാരോ നമ്പിയാരോ ഒക്കെയാണ്. അപ്പോൾ എങ്ങനെ ഒന്നിച്ച് താമസിപ്പിക്കും? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജാതി ഇല്ലാത്ത പാർട്ടിയാണല്ലോ. ജാതീയത ഉണ്ടാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? ജാതീയത ഉണ്ടാക്കിയതല്ല, ജാതിപരമായ അയിത്തം കൊണ്ട് പുലയരെ കൂടെ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് അവരാ തീരുമാനിച്ചത്. അവർ തീരുമാനിച്ചൊരു കാര്യമാണ് പറഞ്ഞത്. ജാതീയത നേരത്തെ ഉണ്ട്. ആ ജാതീയത ഇല്ലാത്ത, ജാതിയും മതവും ഒന്നും ഇല്ലാത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണല്ലോ അവർ പറയുന്നത്. അങ്ങനെ ജാതിയും മതവും ഇല്ലാത്ത പാർട്ടിയിൽ പുലയെ കൂടെ താമസിക്കാൻ പറ്റില്ലെന്ന് സഖാക്കൾ അങ്ങനെ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനു വഴങ്ങി? അത് വഴങ്ങി. അങ്ങനെ പറഞ്ഞപ്പോൾ പാർട്ടി എന്ത് ചെയ്തു? അവർ ഈ പറയുന്നത് എന്താ അവൈലബിൾ PV എന്നൊക്കെ പറയുന്നത് പോലെ അടിയന്തര കമ്മിറ്റി കൂടി കാണണം. കൂടിയിട്ട് തീരുമാനിച്ചത്, അന്നന്ന് തീരുമാനിക്കണമല്ലോ, തീരുമാനിച്ചത് കാഞ്ഞിരനെയും പൊക്കുടനെയും വേറൊരു ലോഡ്ജിൽ താമസിപ്പിക്കുക, ബാക്കി സഖാക്കളെ വേറൊരു ലോഡ്ജിൽ താമസിപ്പിക്കുക. ബാക്കി ഒന്നിച്ച് താമസിപ്പിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ പുലയരുടെ കൂടെ താമസിക്കാൻ പറ്റില്ല എന്ന് മറ്റ് സവർണ സഖാക്കൾ പറഞ്ഞപ്പോൾ 2 ലോഡ്ജ് എടുത്ത് പുലയരെ ഒരു ലോഡ്ജിലും അല്ലാത്ത സവർണ സഖാക്കളെ വേറൊരു ലോഡ്ജിലും താമസിപ്പിക്കാൻ തീരുമാനമെടുത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതല്ല വിഷയം. ഞാൻ പറഞ്ഞത്, ആ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പം, അത് അവരുടെ ഒരു മുഖം ഞാൻ പറഞ്ഞു. കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേസിൻ്റെ ഇടയിൽ ഈ ഭൂവുടമയായിട്ട് പാർട്ടി ചർച്ച ചെയ്തു.
കോടതിയിൽ വിധിച്ച കേസ് ജയിലിൽ പോകേണ്ടി വരും, കൊലപാതകമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒത്തുതീർപ്പാക്കാം, കുറച്ച് സ്ഥലം തന്നാൽ മതി. ഇവരാദ്യം പറഞ്ഞതുപോലെ മുഴുവൻ സ്ഥലമൊന്നും തരണ്ട, കുറച്ച് സ്ഥലം തന്നാൽ മതി. അങ്ങനെ കുറച്ച് സ്ഥലം തരാം എന്നുള്ള ഒരു ഒത്തുതീർപ്പിൽ രണ്ട് കൂട്ടരും കൂടി പറഞ്ഞപ്പോൾ കോടതിയിൽ രാജിയാകാമല്ലോ. കേസ് കൊടുത്തു, കേസ് രാജിയാക്കി, കുറച്ച് ഭൂ ഉടമ പാർട്ടിയെ ഏൽപ്പിച്ചു. അപ്പോൾ കാഞ്ഞിരണം പൊക്കണം വിചാരിച്ചു എന്തായാലും ഭൂമി കിട്ടും. ഭൂമിയില്ലല്ലോ, ഞങ്ങൾ പുലയേറിയ പാവങ്ങളല്ലേ തരണ്ടേ. പാർട്ടി അത് പങ്കിട്ട് സവർണ സഖാക്കൾ പങ്കിട്ടെടുത്തു. കല്ലേൻ പൊക്കുടനും കാഞ്ഞിരനും ഭൂമി കിട്ടിയില്ല. ചതി മനസ്സിലായ രണ്ടുപേരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപേക്ഷിച്ചു. കാഞ്ഞിരൻ പിന്നെ തൊഴിലാളി പണിയൊക്കെ എടുത്ത്, കൂലിപ്പണിയൊക്കെ എടുത്ത് അയാൾ ജീവിച്ചു. പൊക്കുടന് പക്ഷേ കുറച്ചുകൂടി ചിന്താപരമായ കഴിവുണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് അത് സഹിച്ചില്ല. അദ്ദേഹം പകരം സമുദായ പ്രവർത്തനത്തിന് ഇറങ്ങി, പുലയ സമുദായത്തെ ഉദ്ധരിക്കാൻ. അത് പാർട്ടി സമ്മതിക്കുമോ? ഈ പുലയർക്കും പറയർക്കും ഒക്കെ വിവരം വെച്ചാൽ അവർ സംസ്കാരവും അറിവും ചിന്തിക്കുന്നവരുമായി മാറിയാൽ പാർട്ടിക്ക് പിന്നെ ചവിട്ടി നിൽക്കാൻ ആരുണ്ട്? അവർക്ക് ചവിട്ടി കയറണമെങ്കിൽ പുലയർ വേണം, പാവങ്ങൾ വേണം, തൊഴിലാളികൾ വേണം. അതുകൊണ്ട് പൊക്കുടനെയും ഭാര്യയെയും പെരുവഴിയിലിട്ട് അടിച്ചു. ഒരു തവണയല്ല, പല തവണ അടിച്ച് ഭീഷണിപ്പെടുത്തി മേലിൽ ഈ സമുദായ പ്രവർത്തനമായിട്ട് നടക്കരുത്. പല വട്ടം അടി കിട്ടിയാൽ എന്ത് ചെയ്യും? ജീവിക്കണ്ടേ? അങ്ങനെയാണ് പൊക്കുടൻ സമുദായ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ അവസാനിപ്പിച്ച് കുറേ കാലം കഴിഞ്ഞ് അദ്ദേഹം പിന്നെ പരിസ്ഥിതി പ്രവർത്തകനായി മാറുകയാണ്. അടിച്ച് പരത്തി എന്നൊക്കെ നാട്ടൻ ഭാഷ പറയത്തില്ലേ. ഞാൻ പറഞ്ഞത് ഇതാണ് അവർ നടത്തിയ തൊഴിലാളി സംരക്ഷണം എന്ന് പറയുന്നത്. വഞ്ചനയാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പം ഇലക്ഷൻ 2026 നിയമസഭാ ഇലക്ഷനിലേക്ക് നമ്മൾ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു തുടർ ഭരണമാണോ ഇനി മുന്നോട്ടുള്ളത്, അതോ കോൺഗ്രസ്സുകാരുടെ ആണോ, അതോ BJP ശക്തമായി മുന്നോട്ട് വരികയാണോ? എന്താണ് ചേട്ടന് ഈ ഒരു ഇലക്ഷനെ പറ്റി പറയാനുള്ളത്? തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചൊരു രാഷ്ട്രീയ നിരീക്ഷകനൊന്നുമല്ല ഞാൻ. പക്ഷേ BJPയുടെ സാന്നിധ്യം മുമ്പ് എന്നത്തേക്കാളും ശക്തമാണ്. തീർച്ചയായും ആ സാന്നിധ്യത്തെ രണ്ടു കൂട്ടരും ഭയപ്പെടുന്നുമുണ്ട്. കാരണം ഈ BJPയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദോഷം, കോൺഗ്രസ്സിന് മെച്ചം, അല്ലെങ്കിൽ തിരിച്ചങ്ങനെ വരില്ല. ദേശീയ തലത്തിലും BJPയുടെ സാന്നിധ്യം എവിടെയൊക്കെയാണോ ഉണ്ടാവുന്നത് അവിടെയൊക്കെ ഈ രണ്ടു കൂട്ടരുടെയും വേര് പറഞ്ഞു പോയ ചരിത്രമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളത്. ഇപ്പോൾ ഈ രണ്ടു കൂട്ടർക്കും പിടിച്ചു നിൽക്കാനുള്ള ഒരു തുരുത്തു മാത്രമാണ് കേരളം. അതുകൊണ്ടാണല്ലോ കോൺഗ്രസിൻ്റെ പരമാധ്യക്ഷൻ എന്ന് കണക്കാക്കുന്ന എല്ലാവരുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവും സഹോദരി അടക്കം കുടുംബം അടക്കം ഈ കേരളത്തിൽ വന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വരുന്നു എന്നുള്ളത് അവരുടെ ഗതികേട് കൊണ്ടാണ്. അവരുടെ ഒരു പിടിച്ചു നിൽക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പാണ് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ച് അവരുടെ എല്ലാ ശക്തി കേന്ദ്രങ്ങളും ഓരോന്നോരോന്ന് ചീട്ടുകൊട്ടാരം പോലെ പൊഴിഞ്ഞു പോവുകയും തകർന്നു പോവുകയും ഇങ്ങനെ വരാത്തവണ്ണം അധപ്പതിച്ചു പോവുകയും ചെയ്തു. കേരളത്തിൽ മാത്രമാണ് അവര് ഉള്ളതെന്ന് പറയാം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ആഭിമുഖ്യമുണ്ടായിരുന്നവർ, കമ്മ്യൂണിസത്തിനോട് ആഭിമുഖ്യമുണ്ടായിരുന്നവർ അതൊരു വികലമായ പിഴച്ച പ്രത്യയശാസ്ത്രമായിരുന്നെങ്കിലും അതിൽ ആകൃഷ്ടരായ ആൾക്കാരായിരുന്നു ആദ്യകാലത്ത് പാർട്ടിയിലുണ്ടായിരുന്നത്. അത്തരക്കാരൊക്കെ ഇപ്പോൾ നിരാശരായി അവരും പാർട്ടിയിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുക. അതിന് കാരണമുണ്ട്. അവർ വിട്ടുപോകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഔദ്യോഗികമായി ഇപ്പോൾ അവരാദ്യം എതിർത്ത വർഗീയതയെയും തീവ്രവാദത്തെയും ഭീകരവാദത്തെയും ഒക്കെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്ക് പാർട്ടിയുടെ നേതൃത്വം മാറി. അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നം അവരുടെയും. അപ്പോൾ നിലനിൽക്കണമെങ്കിൽ തീവ്രവാദത്തെ പിൻപറ്റിയിട്ടാണെങ്കിലും കഞ്ഞി കുടിക്കണമല്ലോ. അപ്പോൾ അതിന് മറ്റൊരു ഗതി ഇല്ലാത്തത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നു, ഭീകരവാദത്തെയും വർഗീയവാദത്തെയും താലോലിക്കുകയും ചെയ്യുന്നു, സംരക്ഷണവും കൊടുക്കുന്നു. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ പാർട്ടിയോട് ആദർശപരമായി കൂറുണ്ടായിരുന്നവരും വിട്ടുപോവുകയും ചെയ്യും. അപ്പോൾ അവർക്ക് ഇനി പിടിച്ചു നിൽക്കാവുന്ന ഒരു ഇടം എന്ന് പറയുന്നത് ഈ കേരളം എന്ന് മാത്രമാണ്. അപ്പം അതുകൊണ്ട് രണ്ടു കൂട്ടരുടെയും ഒരു ജീവൻ മരണ പോരാട്ടമാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്. BJPയെ സംബന്ധിച്ച് അവരുടെ ഒരു പരീക്ഷണശാല കൂടിയാണ് എന്ന് വെച്ചെന്നാൽ പോസിറ്റീവായ അർത്ഥത്തിൽ. കാരണം ഇവർ ഇത്രയും കാലം കേന്ദ്രത്തിൽ 2014 BJP ഗവൺമെൻറ് അല്ലെ NDA ഗവൺമെൻറ് വരുന്നതിന് മുൻപ് വരെ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പറഞ്ഞുകൊണ്ടിരുന്നത് ഇവർ വന്നാൽ വർഗീയത ഉണ്ടാവും, കൂട്ടക്കൊലയുണ്ടാവും, വംശഹത്യ ഉണ്ടാകും, നാട് മുടിച്ചു കളയും എന്നായിരുന്നു ഭയപ്പെടുത്തിയിരുന്നത്. കയറിയപ്പോൾ അങ്ങനെ അവർ പേടിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും ന്യൂനപക്ഷ മതവിഭാഗങ്ങളോ അല്ലാത്തവരൊക്കെ ഭയപ്പെടുകയും ചെയ്തു. സംഭവിച്ചത് 10 കൊല്ലമായിട്ടും ഇവർ പ്രചരിപ്പിച്ചതൊന്നും നടന്നു കാണുന്നില്ല.
അപ്പോൾ എവിടെയെങ്കിലും അതുകൊണ്ട് ഈ ഒറ്റപ്പെട്ട ഒരു സംഘർഷം നടന്ന ഉടനെ അത് വംശഹത്യയാണെന്നൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഈ നിരാശയിൽ നിന്നുള്ള പ്രതികരണങ്ങളാണ്. ഈ പകരം BJP ആണെങ്കിൽ വികസനം മുന്നോട്ട് വയ്ക്കുക മാത്രമല്ല, പറയുക മാത്രമല്ല, 10 കൊല്ലത്തെ വികസനം ജനങ്ങളുടെ മുൻപിലുണ്ട്. ദേശീയ തലത്തിൽ എന്തെല്ലാം ഇപ്പം നമ്മൾ വെറുതെ ഒന്ന് സഞ്ചരിച്ചാൽ തന്നെ ഈ ഹൈവേകൾ, റോഡുകൾ, പിന്നെ റെയിൽവേ സ്റ്റേഷനുകൾ, ആർക്കും വേണ്ടാതെ കാടും പിടിച്ച് മലമൂത്ര വിസർജനത്തിന് മാത്രം ഉപയോഗിച്ചിരുന്ന റെയിൽവേ സ്റ്റേഷനുകളൊക്കെ ഇപ്പം നല്ല സ്റ്റാൻഡേർഡ് റെയിൽവേ സ്റ്റേഷനുകളായി മാറി. സാധാ നാട്ടിൻപുറത്തെ റെയിൽവേ സ്റ്റേഷൻ അടക്കം വികസനം ഇത് നാട്ടുകാർ കാണും. ഇത് കൂടാതെ ധാരാളം ജനകീയ പദ്ധതികൾ അവർക്ക് നേരിട്ട് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നു. ഇടനിലക്കാരില്ലാതെ. മറ്റത് കോൺഗ്രസ് ഭരിക്കുമ്പോഴൊക്കെ 1 രൂപ സർക്കാരിൻ്റേത് ജനങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്തെന്നാൽ അതിൻ്റെ 90 പൈസയും കള്ളന്മാർ കൊണ്ടുപോവുകയാണെന്ന് സോണിയാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് മുന്നേ കോൺഗ്രസ് നേതാക്കന്മാരും സാമ്പത്തിക വിദഗ്ധന്മാരും പറഞ്ഞു. ഇത് 1 രൂപ കൊടുത്താലോ 1 രൂപയും ഗുണഭോക്താവിന് നേരിട്ട് കിട്ടുകയാണ്. ഇപ്പം ജനൌഷധിയെ സംബന്ധിച്ച് ജനകീയ പദ്ധതികൾ, വീടുകൾ, വെള്ളം, കുടിവെള്ളം, സോളാർ പദ്ധതി, അതിനെയൊക്കെ പരമാവധി പാരവെക്കാൻ നോക്കുന്നുണ്ട് കേരളം. പക്ഷേ ഈ വികസനം ജനങ്ങൾ കാണുന്നു, അവരനുഭവിക്കുന്നു. അത്തരമൊരു വികസനം കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടുണ്ടായില്ല? 10-78 കൊല്ലമായിട്ട് വികസനത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും പേരിൽ വാചകം അടിക്കുന്നവരാണ് കേരളം ഭരിച്ചത് ഇത്രയും കാലം. പക്ഷെ എന്തുകൊണ്ട് ഈ പറയുന്ന തരത്തിലുള്ള വികസനം കേരളത്തിലുണ്ടായില്ല? കേരള മോഡൽ വികസനം എന്നാണ് കേരള മോഡൽ വികസനം എന്ന് ഉദ്ദേശിച്ചത് 75 കൊല്ലം മുമ്പത്തെയാണ്. അതായത് 78 കൊല്ലം കൃത്യമായി പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള വികസനമാണ് കേരള മോഡൽ എന്ന് ദേശീയ തലത്തിൽ കണക്കാക്കുന്നത്. എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം, പിന്നെ തൊഴിൽ, വ്യവസായം, കൃഷി, പിന്നെ സാമൂഹികമായ ഒരൈക്യം, ഇങ്ങനത്തെ ധാരാളം കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുന്നേ തന്നെ കേരളത്തിലെ നവോത്ഥാന നായകർ സൃഷ്ടിച്ചു വെച്ചിരുന്നു. സാമൂഹ്യ പരിഷ്കർത്താക്കളും. കേരളത്തിലെ വിദ്യാഭ്യാസം വർദ്ധിച്ചത് ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഇടപെടൽ കൊണ്ടാണ്. സർക്കാർ സംവിധാനമല്ല. എയ്ഡഡ് സ്കൂളുകൾ ഇത്ര അധികം വേറെ ഒരു സ്റ്റേറ്റിലും വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് കേരളത്തിൽ വരാൻ കാര്യം? കേരളത്തിലെ നവോത്ഥാന നായകരാണ്. ഇപ്പോൾ സംഘടിതമായി പറഞ്ഞാൽ NSS, SNDPയും KPMSും അടക്കമുള്ള എല്ലാ സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിലും അല്ലാതെയും വ്യക്തികൾ, സാമൂഹ്യ പരിഷ്കർത്താക്കളായിരുന്ന ധാരാളം വ്യക്തികൾ, അവരൊക്കെയാണ് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത്. തീർച്ചയായും. അപ്പോൾ അവരിലൂടെയാണ് വിദ്യാഭ്യാസം വളർന്നതും വികസിച്ചും സാക്ഷര കേരളം എന്ന പേരുണ്ടായത്. പിന്നെ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ളവർ സൃഷ്ടിച്ച, വാഗ്ഭടാനന്ദ ഗുരുദേവനെ പോലെയുള്ളവർ സൃഷ്ടിച്ച വ്യാവസായിക മുന്നേറ്റം, കാർഷിക മുന്നേറ്റം, ഇതെല്ലാം 47-ന് മുന്നെയാണ്. 47-ന് ശേഷം ഇതിനെയൊക്കെ എങ്ങനെ തകർക്കാം എന്നുള്ളതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച്. കാരണം തൊഴിലും വ്യവസായവും വിദ്യാഭ്യാസവും പുരോഗമിച്ചാൽ അവിടെ കമ്മ്യൂണിസത്തിന് നിലനിൽപ്പില്ല. ലോകത്തിൽ എവിടെ വേണമെങ്കിലും എടുത്തോ, വിവരം വെച്ചവരുടെ നാട്ടിൽ എവിടെയെങ്കിലും കമ്മ്യൂണിസം ഉണ്ടോ? അതില്ല. അപ്പോൾ വിദ്യാഭ്യാസമുള്ള, സ്വയം ചിന്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലും കമ്മ്യൂണിസത്തിന് വിജയിക്കാൻ കഴിയില്ല. കാരണം സ്വയം ചിന്തിക്കുന്നവർ ഇതിനെ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്താൽ കമ്മ്യൂണിസം തകരുകയും ചെയ്യും. അങ്ങനെ ചോദ്യം ചെയ്തവരെല്ലാം കൊന്നു തീർത്ത പാരമ്പര്യമാണ് ആഗോള കമ്മ്യൂണിസത്തിനുള്ളത്. ആരൊക്കെയാണോ ചോദ്യം, പാർട്ടിക്കുള്ളിൽ തന്നെ ചോദ്യം ചെയ്താൽ അവനെ വർഗവഞ്ചകൻ ഉടനെ മുദ്ര കുത്തുകയായി പാർട്ടി വിരുദ്ധൻ എന്ന അനേകം മുദ്രകളുണ്ട് അവർക്ക് ചാർത്തി കൊടുക്കാൻ. അതാദ്യം ചാർത്തും, അത് കഴിഞ്ഞെന്നാൽ പിന്നെ കൊല്ലുകയാണ് പതിവ്. ഇപ്പോൾ പയ്യന്നൂരിലെ അഴിമതി ചൂണ്ടിക്കാണിച്ച മനുഷ്യ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഏറ്റുവാങ്ങിയ ആളിൻ്റെ വീട്ടിൽ കൊണ്ട് റീത്ത് വെച്ചു. എന്നുവെച്ചാൽ അടുത്ത പണി തനിക്കാ വരാൻ പോകുന്നതെന്ന് അർത്ഥം. അത് കേരളത്തിൽ ഇഷ്ടം പോലെ ഉദാഹരണമുണ്ട്. എം.വി. രാഘവൻ അടക്കമുള്ള പാർട്ടിയിലെ തന്നെ കൂട്ടത്തിലുണ്ടായിരുന്നവരുടെ ഒത്തിരി, TP ചന്ദ്രശേഖരൻ അടക്കമുള്ളവരുടെ അനുഭവങ്ങൾ കണ്ടമാനമുണ്ട്. അവർ മുഴുവൻ കൊല്ലപ്പെടുകയോ ഇപ്പോൾ സുധാകരൻ തെറി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ആഗോളതലത്തിൽ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവനെ ഉന്മൂലനം ചെയ്യുക, അല്ലെങ്കിൽ തേജോവധമെങ്കിലും ചെയ്യും. നേരെ വധിക്കാൻ പറ്റിയില്ല, തേജോവധമെങ്കിലും ചെയ്താൽ, കാരണം അയാൾ വൃത്തികെട്ടവനാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച പിന്നെ അയാൾ പറയുന്നത് നാട്ടുകാർ കേൾക്കില്ലല്ലോ. ആ നിലയിലേക്ക് കേരളത്തെ അധപ്പതിപ്പിക്കുകയാണ് സ്വാതന്ത്ര്യാനന്തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അവർ വികസനത്തെ, വിദ്യാഭ്യാസം, എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് സാംസ്കാരിക മൂല്യവും കൂടിയാണ്. വിദ്യാഭ്യാസത്തിലൂടെ നല്ല മനുഷ്യനായി മാറാനാണല്ലോ. കമ്മ്യൂണിസത്തിലൂടെ കേരളത്തിലെ വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും സംഭവിച്ചത് എന്താ? മനുഷ്യത്വത്തെ ഊറ്റിക്കളഞ്ഞ് ചെകുത്താന്മാരെയാണ് ഉണ്ടാക്കിയത്. ഒരു അക്രമ രാഷ്ട്രീയം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അത് സർവ്വവ്യാപിയായി. ഇപ്പം നമ്മൾ നിത്യേന പത്രത്തിലും ചാനലിലും കാണുന്നില്ല. അതായത് 10-14 വയസ്സുള്ള പിള്ളേർ കൂട്ടം കൂടെ പഠിക്കുന്നവനെ അടിച്ചു കൊല്ലുന്നു. നിരന്തരമായ വാർത്തയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് ഈ കമ്മ്യൂണിസം വളർത്തിയ മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ് ഈ നിലയിൽ.
അപ്പോൾ അവർക്ക് പാർട്ടിയൊന്നും ഉണ്ടാവില്ല ഈ തല്ലിയ പിള്ളേർക്ക്. പക്ഷേ അങ്ങനെ ആകാം, അക്രമം കാണിക്കാം, എന്ത് കൊള്ളരുതായ്മയും കാണിക്കാം, അതാണ് സ്വാതന്ത്ര്യം എന്നൊക്കെയുള്ള തരത്തിലേക്ക് വിദ്യാഭ്യാസത്തിലൂടെ മനുഷ്യത്വത്തെ സൃഷ്ടിക്കുന്നതിന് പകരം ചെകുത്താന്മാരെ സൃഷ്ടിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പ്രത്യേകിച്ചും ചെയ്ത്. ആഗോളതലത്തിലും അങ്ങനെയാണ്, കേരളത്തിലും ചെയ്തത്. അതുകൊണ്ട് നവോത്ഥാന നായകർ സൃഷ്ടിച്ച എല്ലാ നവോത്ഥാന മേഖലയും പുരോഗമന മേഖലയും തച്ചു തകർക്കുന്നതിനുള്ള പദ്ധതികൾ ഉണ്ടാക്കുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരുന്നത്. ആത്യന്തികമായി അവരും അതോടുകൂടി തകരുകയാണ്. ജനം എല്ലാ കാലത്തും അടിമയല്ലല്ലോ. മാനസികാടിമത്തം തലമുറ മാറിയപ്പം വലിച്ചെറിഞ്ഞു. പുതിയ തലമുറ ഇതിപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വന്നപ്പം, ഇപ്പോൾ ഇന്നിപ്പോൾ ഞാനിപ്പോൾ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന പോസ്റ്റ് അവർക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇന്ന് ഇട്ടത് വയലാർ രാമവർമ്മയെക്കുറിച്ചാണ്. അദ്ദേഹം ഒരു അദ്വൈതിയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചത് എന്താ? വയലാർ രാമവർമ്മ കമ്മ്യൂണിസ്റ്റ് കവിയാണെന്നല്ലേ. കമ്മ്യൂണിസ്റ്റ് കവിയെ അല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ല. അദ്ദേഹത്തിനെ അതിൻ്റെ പേര് തെറി വിളിച്ചിട്ടുണ്ട്. പച്ചത്തെറി അദ്ദേഹത്തിൻ്റെ വീടിന് കല്ലെറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ പുറത്തേക്ക്, അപ്പം ഞാൻ പറഞ്ഞത് സത്യം പുറത്തേക്ക് വരുന്നു. പൊതുസമൂഹം ചിന്തിക്കുന്നവർ തിരിച്ചറിയുമ്പോൾ അവർ പാർട്ടിയെ പുച്ഛിക്കുകയാണ് ചെയ്യുന്നത്. അതിപ്പോഴും നേതൃത്വത്തിലുള്ളവർക്ക് തിരിച്ചറിയാനായിട്ടില്ല. കാരണം അവർക്ക് ഒരു അന്ധതയുണ്ടല്ലോ. അതുകൊണ്ട് തിരിച്ചറിവ് കുറവായിരിക്കും പാർട്ടിയെ നയിക്കുന്നവർക്ക്. ഇപ്പോൾ ഒരു ഉദാഹരണം മാത്രം പറയാം. പാർട്ടി സെക്രട്ടറി ആവുന്നതിന് മുന്നേ ഞാൻ ധരിച്ചിരുന്നത്, എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരിക്കാം, ഗോവിന്ദൻ മാഷ് സാമാന്യം കോമൺ സെൻസും നല്ല ഇരുത്തം വന്ന പക്വതയായ ഒരു കമ്മ്യൂണിസ്റ്റാണ്, എൻ്റെ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലാണ് ഞാൻ കണക്കാക്കിയത്. പക്ഷേ പാർട്ടി സെക്രട്ടറിയായി കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് അദ്ദേഹം നിത്യേന എന്നോട് പറയുന്നത് എത്രയോ പിള്ളേരടക്കം എടുത്തിട്ട് കോമഡി ആക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നിലവാരവും ഇല്ലാത്ത കമൻറ്റുകളും പ്രസ്താവനയും പരസ്പര വിരുദ്ധങ്ങളായ ആക്ഷേപങ്ങളെല്ലാം ഉന്നയിക്കുന്നത്. ഇപ്പോൾ പാർട്ടിയുടെ ആളായാൽ, ഭാരവാഹിയായാൽ സ്വബോധം നഷ്ടപ്പെടും എന്നർത്ഥം, കോമൺ സെൻസ് പോകും എന്നർത്ഥം. പക്ഷെ ചുറ്റിനുമുള്ള സമൂഹം ഇത് തിരിച്ചറിയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. പുത്തൻ തലമുറ കമ്മ്യൂണിസ്റ്റുകളുടെ കാപട്യത്തെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ആ കാപട്യം എന്ത് എന്ന് തുറന്ന് കാട്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തുറന്ന് കാട്ടുക എന്നുള്ളതാണ് അവരെ നേരിടുന്നവർ ചെയ്യേണ്ട പ്രധാന തൊഴിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലേ അവരുടെ ചതി സമൂഹം തിരിച്ചറിയും. ആഗോളതലത്തിൽ ഇപ്പം ഞാൻ ഇതും കൂടെ പറയാം, ഏറ്റവും കൂടുതൽ മാനവികത എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഏറ്റവും കൂടുതൽ മാനവിക വിരുദ്ധമായ ക്രൂരതകൾ ചെയ്തിട്ടുള്ളത് ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ അവർക്ക് എങ്ങനെ ഇത് ഈ ഒരു ഇത്രയും വിരുദ്ധമായ ഒരു കാര്യത്തെ ഒരു ഉളുപ്പും കൂടാതെ പറഞ്ഞു നടക്കാൻ അവർക്ക് എങ്ങനെ പറ്റുന്നത്? ആ ഒരു കാപട്യം ഉണ്ടല്ലോ, അത് സമൂഹം തിരിച്ചറിഞ്ഞു തുടങ്ങി, കേരളം തിരിച്ചറിഞ്ഞു തുടങ്ങി. അതാണ് തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന ഏറ്റവും വെല്ലുവിളി. ഇപ്പോൾ മോദി വന്നുപോയി, ഭരണത്തലവനെ വിളിച്ചിരുന്നു. അവർക്ക് അത് നഷ്ടമാണെന്നറിയാം. ഭരണത്തലവൻ പോയാലും നഷ്ടം, പോയില്ലെങ്കിലും നഷ്ടം. അപ്പം അവരെന്ത് ചെയ്തു? മോദി പറയുന്നതോ അല്ലെ സർക്കാരും BJP പറയുന്നതോ ജനം ചർച്ച ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് പകരം ഒരു വിവാദം ഉണ്ടാക്കുക. തീർച്ചയായും. അപ്പം മരുമോനെ വിളിച്ചില്ല. പിന്നെ MP രാജേഷ് ആണെന്ന് തോന്നുന്നു, എന്നെ ഐഡന്റിറ്റി കാർഡ് ചോദിച്ചു എന്നും പറഞ്ഞ് എന്തെല്ലാം ഈ പിള്ളേരുടെ പോലെയാണ്. എന്നെ പിച്ചി, എനിക്ക് മിഠായി തന്നില്ല എന്നൊക്കെ പറയുന്നത് പോലെയുള്ള നാണം കെട്ട വർത്തമാനം. സെക്യൂരിറ്റിക്കാർക്ക് അറിയുമോ ഇവർ മന്ത്രിയാണോ, നേതാവാണോ, ഭീകരവാദിയാണോ എന്ന്? അവർ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്, അല്ല രഹസ്യാന്വേഷണം. അവർക്ക് ഇവരുടെ ഫോട്ടോയും വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പണിയല്ല. അവർ സർക്കാർ സംവിധാനത്തിൽ അടക്കം കൊടുത്തിട്ടുള്ള നിയമം അനുസരിച്ച് ഓരോ സംവിധാനമുണ്ട്. പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റിക്ക് പല സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ പാലിക്കാൻ ഉത്തരവാദപ്പെട്ടവരാണ് ഉദ്യോഗസ്ഥന്മാർ. അവരുടെ മുമ്പിൽ ഞാൻ മന്ത്രിയാണെന്നും പറഞ്ഞ് നെഞ്ചും വിരിച്ച് തെറിയും വിളിച്ച് പോരുകയാണോ വേണ്ടത്? അതല്ല, അവിടെയാണ് പ്രശ്നം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിയമത്തിന് വിധേയരാകാൻ ഇഷ്ടമല്ല. അവർ നിയമബാഹ്യരാണെന്നാണ് അവർ സ്വയം കരുതുന്നത്, അഥവാ നിയമത്തിന് അതീതരാണെന്നാണ് അവർ കണക്കാക്കുന്നത്. അവർ നിയമമൊന്നും പാലിക്കേണ്ടവരല്ല, അവർ പൊതുസമൂഹത്തിൻ്റെ മാന്യതയൊന്നും പാലിക്കേണ്ടവർ, അവർക്ക് എന്തുവാകാം എന്നുള്ള ഒരു രീതിയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തിനെ പലവട്ടം പോലീസുകാർ പിടിച്ചെടുത്ത് ഐഡൻറ്റിറ്റി കാർഡ് ചോദിക്കുന്നു. സർക്കാർ ഇഷ്യൂ ചെയ്തിട്ടുള്ള സാധനം ചോദിക്കുകയാണ്. കേന്ദ്രമന്ത്രിയാണ്.
മന്ത്രിയാണോ എന്നുള്ളതല്ലല്ലോ വിഷയം. അപ്പം അതുകൊണ്ട് അത് കാണിക്കുന്നതിൽ എന്താ ഇത്ര ഇവരുടെ കോംപ്ലക്സ് എന്താ? അപ്പോൾ എന്നെ അങ്ങനെ തന്നെ എടുത്ത് സ്റ്റേജിൽ കയറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഈ വികസനം ചർച്ചയാകാതിരിക്കണം, BJPയുടെ പ്രവർത്തനങ്ങളും അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും പദ്ധതികളും ജനം ചർച്ച ചെയ്യാതിരിക്കാനുള്ള ഒരു കുശുമ്പാണ്. അതിനുള്ള ഒരു വഴി എന്താണ്? അത് ചർച്ച ചെയ്യുന്നതിന് പകരം ഈ വിവാദം ഉണ്ടാക്കുക. വിവാദം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചാനലുകാരൊക്കെ കൂലിക്കാരുണ്ടല്ലോ, അവർ അത് ഒച്ചയും വിളിയൊക്കെ ആയിട്ട് 2 ദിവസം കൊണ്ട് നടക്കും. ഇപ്പോൾ ഈ മോദിയുടെ പരിപാടിയുടെ ഒരു ശ്രദ്ധ 2 ദിവസം കൊണ്ട് മാറിക്കിട്ടും എന്നാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. ആ തെറ്റിദ്ധാരണ കൊണ്ടാണ് ഈ പാവങ്ങൾ ഇങ്ങനെ എനിക്ക് അവരോട് സഹതാപമാണ്. കാരണം ഒരു ദാരിദ്ര്യത്തെ അതിജീവിക്കാനുള്ള ഒരു പരിശ്രമമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.